Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കഴിഞ്ഞ ദിവസം ബികോം BBAയുടെയും അതുപോലെ തന്നെ എംകോമിൻ്റെയും എക്സാം റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സപ്ലി ഒരു സെമസ്റ്ററിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ നമുക്ക് സപ്ലി കോഴ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും സെമസ്റ്ററുകളിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇതാണ് കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ളൊരു ചോദ്യം. ഓക്കെ, സോ ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA എംകോം ഈ 3 കോഴ്സസിനും എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ബികോം BBA 5th സെമസ്റ്ററിൻ്റെ എക്സാമാണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ എംകോമിന് 3rd ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾക്ക് സപ്ലി വന്നിട്ടുള്ള സെമസ്റ്ററുകളുടെ എക്സാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബികോം BBA ഇപ്പോൾ 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ കേസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആദ്യത്തെ ഒരു 4 സെമസ്റ്റർ വരെ നിങ്ങൾക്ക് സപ്ലി ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാർകോഡ് ബേസ്ഡ് വന്നതിന് ശേഷം ക്വിക്കായിട്ട് തന്നെ അവിടെ റിസൾട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ വരുന്നു. ദെൻ പെട്ടെന്ന് എക്സാം അവിടെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 1 വർഷം പോകുന്നില്ല. നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ എക്സാം എഴുതി നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ 3 സെമസ്റ്ററുകളിൽ സപ്ലി ലഭിക്കുമ്പോഴാണ് നമുക്ക് കുഴപ്പമില്ലാണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ എക്സാം വന്ന് റിസൾട്ട് വരാറ്. ഇപ്പോൾ ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് 4th സെമസ്റ്റർ വരെ ആ ഒരു പ്രശ്നം ഇപ്പോൾ വരാറില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2nd സെമസ്റ്റർ അല്ലെങ്കിൽ 3rd സെമസ്റ്റർ സപ്ലി വന്നു, നിങ്ങൾക്ക് അതിൻ്റെ എക്സാം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ എഴുതി അതിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് 5th സെമസ്റ്റർ 6th സെമസ്റ്ററിലൊക്കെ സപ്ലി വരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ പെട്ടെന്ന് വരും, ബട്ട് എക്സാം വരണമെങ്കിൽ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഇയർ ഓഫ് അഡ്മിഷൻ, ഫോർ എക്സാമ്പിൾ 2020 ഇയർ ഓഫ് അഡ്മിഷൻ ആണെന്ന് വയ്ക്കുക, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ യൂഷ്വലി 2023 ബട്ട് നിങ്ങൾക്ക് സപ്ലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇയർ ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 2024 ആവും. അതല്ലെങ്കിൽ പിന്നെയും കിട്ടിയില്ലെങ്കിൽ 25 ആവും. അപ്പോൾ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്ത് അതിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എംകോം ആണെങ്കിൽ 2 വർഷമാണ്. 2 വർഷത്തിനേക്കാൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ തന്നെ, അല്ലേ, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഏതോ സെമസ്റ്ററുകളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുള്ളത്. അഡ്മിഷൻ എടുത്ത, അല്ലെങ്കിൽ നിങ്ങൾ ബയോഡാറ്റ വയ്ക്കുന്ന സമയത്ത് ഏത് ഇയറിലാണ് അഡ്മിഷൻ എടുത്തത്, കംപ്ലീറ്റ് ചെയ്തത്, ഇതൊക്കെ നിർബന്ധമായി നിങ്ങൾ കാണിച്ചിരിക്കണം. ആ ഒരു ഓർഡർ കാണിക്കുമ്പോൾ ശരിക്കുള്ള ഒരു ബയോഡാറ്റയിൽ. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ സർട്ടിഫിക്കറ്റ് മാത്രമല്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴും സബ്മിറ്റ് ചെയ്യാം. കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്കുള്ള ക്ലാസ് ഏതാണെന്നുള്ളത് മാത്രമാണ് ഉണ്ടാകുക. അതിൽ നോക്കിയാൽ മനസ്സിലാവില്ല. ബട്ട് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിലോട്ട് പോകുന്ന ആണ് അതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളതാണ് ശരിക്കും കാണാൻ സാധിക്കുക. ബട്ട് ഈ ഇയർ ഗ്യാപ്പ് വെച്ചിട്ടാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അതല്ലാണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് 3 വർഷം കൊണ്ടാണ്, അല്ലെങ്കിൽ 4 വർഷം കൊണ്ടാണ്. ചിലർ 1 ടൈം സപ്ലിമെൻ്ററി എഴുതിയിട്ടാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ബിക്കോസ് ഇപ്പോൾ 2020 അഡ്മിഷൻ എടുത്തിട്ട് 2026 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വൽ ചാൻസ് കഴിഞ്ഞ് 1 ടൈം സപ്ലിമെൻ്ററിയിലൊക്കെയാണ് എഴുതി പാസ്സായിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതല്ലാണ്ട് കോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ, അതാ പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 സെമസ്റ്ററുകളൊക്കെ ഡിഗ്രിക്ക്,
PG ആണെങ്കിൽ ആദ്യത്തെ 2 സെമസ്റ്ററാണ് മെയിനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ബെനഫിറ്റ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കാൻ എപ്പോഴും നല്ല രീതിയിൽ പഠിക്കുക. എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സൊക്കെ സപ്ലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ റിസൾട്ട് വന്നു, പല കുട്ടികൾക്കും റിവാലുവേഷൻ കൊടുത്തിട്ടും നോ ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹയർ സ്റ്റഡീസിനും അതുപോലെ തന്നെ നെക്സ്റ്റ് ജോബിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണിത്. സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ ഇനി മനസ്സിലാവില്ലേ, ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. ഇതാണ് പറയാനുള്ളത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ഇത് ഇഷ്യൂ വരുന്ന എപ്പോഴാണ്, ലാസ്റ്റ് സെമസ്റ്ററുകളിൽ 3rd and 4th PGയുടെ കേസിൽ, അതുപോലെ തന്നെ ഈ പറയണ ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 5th and 6th ഈ ഇഷ്യൂ വരാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീഷൻ എന്ന് പറയുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ് നടക്കുള്ളൂ. അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. അതല്ലാണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ക്ലാസ് മാത്രമാണ് ഉണ്ടാവുക. കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൽ നിങ്ങളെല്ലാം പാസ്സായിട്ടുണ്ടെന്ന് കാണാം. ബട്ട് അവിടെ ഏത് വർഷത്തിലാണെന്നുള്ള ആ കാര്യം മെൻഷൻ ആവും. അതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.